ആമേൻ. സ്തോത്രം, സ്തോത്രം, ആമേൻ. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Hallelujah. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം വീണ്ടും ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ പരിശുദ്ധനായ ദൈവം സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കടന്നു പോകേണ്ടതായിരുന്നു. എന്നാൽ അമ്മയുടെ സ്ഥിതി വളരെ മോശകരമായതുകൊണ്ട് പോകാനൊത്തില്ല. അതുപോലെ ഇന്നലെ രാത്രിയിലും വളരെ BP കുറഞ്ഞ് വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. എങ്കിലും ഞാൻ വെളുപ്പിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ചില കാര്യങ്ങളെല്ലാം എന്നോട് ഇടപെട്ടു. ഒരുപക്ഷേ ഈ ആഴ്ച ഞാൻ കടന്നു പോകും. പിന്നെ എപ്പോഴെങ്കിലും ദൈവനെ അയക്കുമ്പോൾ ഞാൻ വരും. അമ്മയുടെ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ എല്ലാം ചെയ്യുവാൻ, ജോലി ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ ചെയ്യുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയർ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു. അതെ, ആമേൻ. പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ ഗോളിനെ നോക്കി ഓടുന്നു. എൻ്റെ ലക്ഷ്യം, ഒരു ഗോൾ. നമ്മുടെ ലൈഫിലെല്ലാം ഒരു ഗോൾ, എന്താ പറയാ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ, ദൈവ മക്കളുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതം, ആ വിശ്വാസ ജീവിതമാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചത് എന്തിനാണ്? നാം യേശുവിനെ അറിഞ്ഞത് എന്തുകൊണ്ടാണ് നാം ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നത്? നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ആ സ്വർഗീയമായിരിക്കുന്നതായ ആ പ്രൈസ് അല്ലെങ്കിൽ ആ സമ്മാനം, ആ വിരുദ്, ദൈവം വെച്ചിരിക്കുന്ന, സ്വർഗത്തിൽ വെച്ചിരിക്കുന്നതായ ആ പാരിതോഷികം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞാൻ ഓടുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളതിന് എന്തിനെങ്കിലും നേടുവാനല്ല, മറിച്ച് സ്വർഗം വിളിച്ച വിളിയുണ്ട്, സ്വർഗം വിളിച്ച ആ തിരഞ്ഞെടുപ്പുണ്ട്. അതിന്റെ ലാക്കിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് സ്ഥിരതയോടെ മുന്നിലേക്ക് ഓടുന്നു, പുറകിലുള്ളത് മറക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെന്നോട് പിന്നത്തേതിൽ അത് പറയുമ്പോൾ ഞാൻ പറയും, ഞാനത് മറന്നുപോയി. ഹല്ലേലൂയ. എന്തൊക്കെയോ ദൈവം ചെയ്യിപ്പിച്ചു, ദൈവം എന്തോ ചെയ്തു, പക്ഷേ അത് ദൈവം ചെയ്തു, എന്നാൽ ഞാൻ മറന്നുപോയി. എന്നാൽ ദൈവം മറക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയത്ത് ദൈവം നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ദൈവം, നമ്മുടെ അവസ്ഥകളെ മാറ്റുന്ന ദൈവം. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? സ്വർഗത്തിലേക്കുള്ള ലക്ഷ്യം. പുറകിലുള്ളത് മറന്നു കളയണം. ഹല്ലേലൂയ. പലപ്പോഴും പലരും പുറകിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ അല്ലെങ്കിൽ നന്മകൾ പോലും മറന്നു പോകുന്ന അനേകരുണ്ട്. ദേവദാസൻ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, അനേകർ നന്മകൾ പോലും അവർ മറന്നു പോകുന്നവരാണ്. എന്നാൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും തെറ്റുകൾ ഉയർത്തിപ്പിടിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ ഈ ലോകത്ത് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി നാം നന്മ ചെയ്യുവാൻ, സൽപ്രവൃത്തി ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരായിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ആ ഗോൾ നമുക്ക് എന്താണ്? നിത്യതയാണ്. സ്വർഗത്തിൽ നമുക്ക് പോകണം. സ്വർഗത്തിൽ നമുക്ക് എന്താണ് പാരിതോഷികം വെച്ചിരിക്കുന്നത്? ആദ്യത്തെ സൺഡേ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അമ്മയെ കുറിച്ച് കാണിച്ച ദർശനത്തിൽ സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന അനേക പാരിതോഷികങ്ങൾ കാണുവാൻ ഇടയായി തീർന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പലപ്പോഴും കണ്ണുനീർ ഒഴുക്കിയൊരു വിഷയമുണ്ട്. കഷ്ടതയുടെ തീച്ചുളയിൽ, കഷ്ടതയിൽ കൂടി വളരെ ജീവിതത്തിന്റെ ഒരു ദിവസം ഞാനൊരു ദർശനം കാണുവാൻ ഇടയായി തീർന്നു. വളരെ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു,
പറഞ്ഞല്ലോ, പലപ്പോഴും ജയിലിൽ അടയ്ക്കപ്പെട്ട അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. സുവിശേഷ നിമിത്തം ഒറ്റപ്പെട്ട അവസ്ഥകൾ, ജീവിതത്തിൽ പല പ്രതികൂലത്തിന്റെ അവസ്ഥയിലൂടെ, വലിയ പീഡനത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ പലപ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കണ്ട ഒരു ദർശനമുണ്ട്. ആ ദർശനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കണ്ട ദർശനത്തിൽ ഞാൻ വളരെയധികം കാടിന്റെ അവസ്ഥയിൽ, വളരെയധികം ഭീകരമായിരിക്കുന്ന അവസ്ഥയിൽ, വളരെയധികം കാട്ടുമൃഗങ്ങൾ നിറഞ്ഞ അവസ്ഥയിൽ ദൈവം മാത്രം എന്നോട് ചേർന്ന് നടന്ന് ദൈവം എന്നെ നയിക്കുന്ന അവസ്ഥകൾ, ആ ഒറ്റപ്പെട്ട അവസ്ഥകൾ ഞാൻ കാണുവാനിടയിൽ തീർന്നു. അവസ്ഥ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ സ്ഥിതി ഇതാണല്ലോ, എനിക്ക് ആരുമില്ലല്ലോ, ഞാൻ ഈ സ്ഥിതിയിലാണല്ലോ കർത്താവേ, നിന്റെ വചനവുമായി ഉത്തർ ഭാരതത്തിലെല്ലാം ഓടി നടക്കുന്നെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമതൊരു ദർശനം ദൈവം എന്നെ കാണിച്ചു. ആ ദർശനം എന്റെ അമ്മയോടനുബന്ധിച്ചുള്ള ഒരു ദർശനമായിരുന്നു. ആ ദർശനത്തിൽ ഞാനിരുന്ന കൊടുങ്കാടിനേക്കാൾ ഭീകരവും, ഞാൻ കണ്ട കൊടുങ്കാട്ടിലിരുന്ന കാട്ടുമൃഗങ്ങളെക്കാൾ ഭീകരമായ അവസ്ഥയിൽ അമ്മയിരിക്കുന്ന അവസ്ഥ പരിശുദ്ധാത്മാവ് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ അനുഭവിക്കുന്ന അനുഭവത്തെക്കാൾ ഭീകരമായ അവസ്ഥയിലൂടെ നിന്റെ മാതാവ് കടന്നു പോകുമ്പോൾ നിനക്ക് ആശ്വസിക്കുവാൻ തക്കവണ്ണം, നിനക്ക് ധൈര്യം പകരുവാൻ തക്കവണ്ണം നിന്റെ മാതാവിന്റെ അവസ്ഥയെ നീ നോക്കുവാൻ എന്നോട് പറയാനിടയിൽ തീർന്നു. ഒരിക്കലും എനിക്കറിയാത്ത, വായി കൊണ്ട് ഒരിക്കലും തന്റെ പ്രയാസങ്ങൾ പങ്കുവെക്കാത്ത ആ വർഷങ്ങൾക്ക് മുൻപുള്ള ആ അവസ്ഥകളെ വ്യക്തമായി എന്നെ കാണിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും കടന്നു പോകുന്ന അവസ്ഥകൾ, നാം പലപ്പോഴും ചിന്തിക്കും എന്റെ അവസ്ഥയാണ് ഭീകരമായ അവസ്ഥകൾ. എന്നാൽ അതിലുപരിയായി അതിലും ക്ലേശത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ എനിക്കൊരു ഭൂമിയിലെ മാതൃകയായി ദൈവം എനിക്ക് വെച്ച വ്യക്തിയാണ് എന്റെ മാതാവ് എന്ന് പറയുന്നത്. പലപ്പോഴും ജീവിതത്തിന്റെ കഠിന അവസ്ഥകളിൽ, പ്രതികൂലത്തിന്റെ അവസ്ഥകളിൽ നമുക്ക് പ്രാർത്ഥിച്ച് ദൈവം എന്താ പറയുന്നത് നോക്കാമെന്ന് ഈ ദിവസങ്ങളിലും അമ്മ എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. എപ്പോഴും ബൈബിൾ തുറന്ന് പ്രവചന ശബ്ദം, ദൈവം എന്താണ് പറയുന്നത്, അതാണ് നമുക്ക് പ്രവചന ശബ്ദം, നമ്മോട് സംസാരിക്കുന്ന ശബ്ദം. ഇന്ന് ഞാൻ വായിച്ചപ്പോൾ ഈ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലൂടെ ദൈവം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ സേഫ് ഗാർഡ് അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധികളിലും റിജോയ്സ് ഇൻ ദ ലോർഡ് ആൻഡ് ഡിലൈറ്റ് ഇൻ ദ ലോർഡ്, ദൈവത്തിൽ സന്തോഷിക്കുക, ദൈവത്തിൽ ആനന്ദിക്കുക. രണ്ട് കാര്യങ്ങൾ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് ഇപ്രകാരം പറയുന്നു. അതിന്റെ 2-3 വാക്യങ്ങൾ അവിടെ പറയുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് a safe guard, നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമുക്ക് വലയമായി നിൽക്കുന്നത്. ഏത് പ്രതിസന്ധികളിലും നാം ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക. എങ്ങനെയാണ് നാം ആനന്ദിക്കുന്നത്? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരിസ്ഥിതികൾക്ക് അധിഷ്ഠിതമല്ല അവരുടെ ജീവിതം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവരുടെ സാഹചര്യങ്ങൾക്ക് അധിഷ്ഠിതമല്ല അവരുടെ ജീവിതം, മറിച്ച് അവരുടെ ജീവിതം അധിഷ്ഠിതമായിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ്, പാറയാകുന്ന ക്രിസ്തുവിലാണ്. ആ ക്രിസ്തു കഠിനമായ ക്ലേശത്തിന്റെ മധ്യത്തിൽ, ഗത്സമനിയുടെ കണ്ണുനീരിന്റെ മധ്യത്തിൽ യേശു മുട്ടിന്മേൽ നിന്നു, പിതാവേ, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് യേശു ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ താൻ സ്നേഹിച്ച, താൻ ചേർത്ത് നിർത്തിയ ആ ശിഷ്യന്മാർ തന്നെ വിട്ട് ഓടിക്കളഞ്ഞപ്പോൾ ആരും തന്നോടുകൂടി ഇല്ലായിരുന്ന ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ താൻ ദൈവത്തെ നോക്കി ഒന്നു മാത്രം പറഞ്ഞു, പിതാവിന്റെ ഹിതം. ഈ കപ്പ് നീങ്ങിപ്പോകുന്നത്, ഈ പാനപാത്രം നീങ്ങിപ്പോകുന്നത് ദൈവത്തിന് ഹിതമെങ്കിൽ നീങ്ങിപ്പോകട്ടെ, അതല്ല എങ്കിൽ പിതാവിന്റെ ഹിതമെന്ത്, അത് നിറവേറണമെന്ന് യേശു പറഞ്ഞ ആ ദൈവഹിതത്തിലേക്ക് ഓരോ വിശ്വാസിയും യേശുവിനെ പിൻപറ്റുന്ന ഓരോരുത്തരും കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ ആ യേശു ക്രിസ്തു പരാതിപ്പെട്ടില്ല. ശിഷ്യന്മാരെ നോക്കി യേശു പരാതികൾ പറഞ്ഞില്ല, മറിച്ച് യേശു മുട്ടിന്മേൽ നിന്നു. അവർ പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ഞാൻ പ്രാർത്ഥിച്ചോ, ഞാൻ മുട്ടിന്മേലിരുന്നു, എന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ പിതാവിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറുന്നുവോ, അതാണ് യേശു കാണിച്ച മാതൃകയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടുകളെ നോക്കുവാനോ, നമ്മൾ ചേർന്ന് നിൽക്കുന്നത് ചിന്തിക്കുന്നവർ ചേർന്ന് നിൽക്കാതെ ഇരിക്കുമ്പോൾ, ഒറ്റപ്പെടലുകൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം ആകുന്ന വ്യക്തി ക്രിസ്തുവിനെ പിൻപറ്റുന്നുവോ, നാം യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നുവോ, അവനെ ദൃഷ്ടാന്തമാക്കി യേശുവിന്റെ മുഖത്തേക്ക് നാം ഉറ്റുനോക്കുന്നുവോ എന്ന് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കുവാനിടയായി തീരട്ടെ. ഇന്ന് വെളുപ്പിന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിശക്തമായിരിക്കുന്നതായ ഒരു വലിയ ആത്മാവിന്റെ ഭാരം, ഒരു ഹൃദയ വേദനയുടെ അകത്തേക്ക് കടന്നു വരുവാനിടയെത്തുന്നു. അനേക മണിക്കൂറുകൾ മുട്ടുമേൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രാർത്ഥിച്ച സമയത്ത് ദൈവം എനിക്ക് വ്യക്തമായി കാണിച്ചു, വലിയ പ്രതിസന്ധികൾ, വലിയ സംഘട്ടനങ്ങൾ, വലിയ പ്രതികൂലങ്ങൾ, അതിന്റെ മധ്യത്തിൽ ഉണർന്നിരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ സംഹാരകൻ വാളുമായി നിൽക്കുമ്പോൾ ദൈവജനമായ വാളുമായി പടവെട്ടുവാൻ
തക്കവണ്ണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ ബോധ്യപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ വ്യക്തമായും കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും നാം ഉറ്റുനോക്കേണ്ടുന്നത് സർവശക്തനായ ദൈവത്തിങ്കിലേക്കാണ്. പൗലോസ് ഈ ലെറ്റർ അല്ലെങ്കിൽ ഈ ലേഖനം ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുമ്പോൾ പൗലോസ് ആയിരിക്കുന്നത് റോമ കാരാഗൃഹത്തിൽ ജയിലടയ്ക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് തണുപ്പിന്റെ കാഠിന്യത്തിൽ ധരിക്കുവാൻ വസ്ത്രം പോലും തനിക്കില്ലാതെ, പുതയ്ക്കുവാൻ ഒരു കമ്പിളി പോലും ഇല്ലാതെ തന കഠിനമായ അവസ്ഥയിലിരിക്കുമ്പോൾ ഇതിന്റെ 4-ാം വാക്യത്തിൽ പൗലോസ് ഫിലിപ്പിയരോട് പറയുന്നു, റിജോയ്സ് ഇൻ ദ ലോർഡ് ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പീൻ. നമ്മുടെ പ്രതിസന്ധികൾ എന്തു തന്നെയുമാകട്ടെ, പ്രതികൂലങ്ങൾ എന്തു തന്നെയുമാകട്ടെ, ദൈവദാസൻ ഇവിടെ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ എന്റെ കണ്ണുനീർ എനിക്ക് അടയ്ക്കുവാൻ സാധിച്ചില്ല. എന്റെ കണ്ണുനീർ ധാരധാരയെ ഒഴുകുവാനിടയായി തീർന്നു. കാരണം ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഈ ദൈവദാസന്റെ അനുഭവത്തിന്റെ ചില ഭാഗമെല്ലാം എന്റെ ജീവിതത്തിന്റെ അനുഭവമാണല്ലോ. ഹല്ലേലൂയ. ജീവിതത്തിൽ ഞാൻ പഠിച്ചതും എന്റെ ഡിഗ്രി വരെ എന്റെ അമ്മ പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഒരിക്കലും തുടർമാനമായി പഠിക്കുന്ന കാര്യം വീട്ടിലും അറിയിച്ചിട്ടില്ല, ആരെയും ഭാരപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഭക്ഷണം കഴിക്കാതെ, അല്പമായ ശേഖരിച്ചത് ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെ എന്റെ ഫീസിന് വേണ്ടി സ്വരൂപിച്ച് ഞാൻ തുടർമാനമായി ഹയർ സ്റ്റഡി പഠിക്കുവാൻ ഇടയായി തീർന്നു. എന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ വാങ്ങിക്കൂട്ടിയിട്ടില്ല. മറിച്ച് ഒത്തിരി ദൈവസന്നിധിയിൽ ഞാൻ വളരെ ആഗ്രഹിച്ചു. ഉപരിപഠനം എന്റെ ഒരു സ്വപ്നമായിരുന്നു. നല്ലതായി പഠിക്കണം, ഉയർന്നു പോകണം, മീൻസ് പഠിത്തത്തിൽ ഉയരുമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് രഹസ്യമായി ഞാൻ ഭക്ഷണം പോലും വെടിഞ്ഞ് അല്പമായി ലഭിച്ച ആ സാലറി ചേരി പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ട് വ്യാഴാഴ്ചകളിൽ ചേരികളിൽ ലക്നൌവിൽ പ്രവർത്തിച്ചുകൊണ്ട് എന്റെ ഒരു ശതമാനം, ഒരു കുറച്ചു ഭാഗം എന്റെ ഫീസിന് വേണ്ടി മാറ്റിവെച്ച് അങ്ങനെ ഞാൻ പഠിച്ച് ഉപരിപഠനത്തിൽ പഠിക്കുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഒരുപക്ഷെ ഇന്നും ആരും അറിയാത്ത അനേക അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുമുണ്ട്. അനുഭവത്തിന്റെ മധ്യത്തിൽ എന്നോട് പറ്റിച്ചേർന്ന ദൈവം ഇന്ന് നമ്മോട് പറയുന്നു, പുറകിലുള്ളത് മറന്നുകൊണ്ട് മുന്നിലുള്ള ലാക്ക്, ആ ലാക്ക് സ്വർഗീയ വിരുദാണ്, സ്വർഗീയ വിളിയാണ്, സ്വർഗമാണ്. ഈ ഭൂമി അഗ്നിക്കിരയാകുന്ന ദിനം വരും. ഈ ഭൂമിയിലുള്ളതെല്ലാം അഗ്നിക്കിരയായി തീരും. സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ 3 പുസ്തകങ്ങൾ തുറക്കപ്പെടും. ആ പുസ്തകം ജീവന്റെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം, വിശുദ്ധ വേദ പുസ്തകം നമ്മുടെ കരത്തിലിരിക്കുന്നത്. ദൈവവചനം പറയുന്നു, നമ്മുടെ ദിനചര്യകൾക്കനുസരിച്ച് ദൈവം നമ്മെ ന്യായം വിധിക്കുന്ന ദിനങ്ങൾ ഏറെ അടുത്താണ്. ഒരു പക്ഷപാതവുമില്ലാതെ, മുഖപക്ഷം കൂടാതെ ഓരോരുത്തിന്റെ പ്രവൃത്തിക്ക് ദൈവം ന്യായം തരുന്ന, ന്യായമായ വിധി വരുന്ന ദിവസമുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന ദിനമുണ്ട്. ആ തീപ്പൊയ്കയിൽ നിന്നും നാം രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ബൈബിൾ വായിച്ച് സഭയിൽ കടന്നു വരുന്നതുകൊണ്ട് മാത്രമല്ല. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ ഞാൻ ദൈവജന ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ പറയുവാനിടയിൽ തീർന്നു. ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, എന്റെ മോളുമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭവനത്തിൽ ആ സഹോദരി സഭയിൽ കടന്നു പോകുന്നുണ്ട്. ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. അവർ കുടുംബമായി സഭയിൽ കടന്നു പോകുന്നവരാണ്. എന്നാൽ ദൈവം ആ സഹോദരിയോട് പറയുവാനിടയായി തീർന്നു, റോക്ക് ബാരിക്കോഡ് ദർശനത്തിൽ ദൈവം പ്രകാരം കാണിക്കാനിടയായി തീർന്നു. ആ സഹോദരി നിൽക്കുന്നത് ഒരു പാറക്കൂട്ടത്തിന്റെ ഒരു വലിയ ഒരു ബാരിക്കോഡ്, ഒരു വേലി അടുത്താണ്. അതിനപ്പുറത്ത് തീപ്പൊയ്കയാണ് കാണുന്നത്. ആ സഹോദരിയോട് ദൈവാത്മാവ് പറയുവാനിടയായി തീർന്നു, അവരുടെ ജീവിതത്തിൽ the spirit of slandering, അവരുടെ ജീവിതത്തിൽ ഏഷണിയുടെ ആത്മാവ്. അവർ ചിന്തിക്കുന്നു, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, കുഴപ്പമില്ല, മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നത് തെറ്റില്ല. എന്നാൽ അവർ പറഞ്ഞു പരുത്തുന്നതായ ചില കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഖേദിച്ചുകൊണ്ട് ഇപ്രകാരം ആ കുടുംബത്തെ വാൺ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നിങ്ങൾ പിന്തിരിഞ്ഞ് ദൈവസന്നിധിയിൽ മടങ്ങി വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ സ്വർഗീയ നിത്യത പോലും നഷ്ടപ്പെടുമെന്ന് അവരോട് പറയുക മാത്രമല്ല, ചെറിയ ചെറിയ പാപങ്ങൾ പോലും, ചെറിയ ചെറിയ തെറ്റുകൾ പോലും ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ ഇരുന്ന് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുമെന്ന് ആ കുടുംബത്തോട് ദൈവം ഇടപെടുവാനിടയായി തീർന്നു. ഉരബനഹത്തന നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നാം ചിന്തിക്കാം, നാം സഭയിൽ കടന്നു വരുന്നു, നാം ഉപവസിക്കുന്നു, നാം എല്ലാത്തിലും പങ്കാളികളാണ്. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം, ക്രിസ്തുവുമായ വ്യക്തിപരമായ ബന്ധമുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ നാം അന്ത്യനാളുകൾ അവസാനത്തോളം
സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് ദൈവവചനത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുത എത്രയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട്, ദൈവസ്നേഹം എത്രത്തോളം നമ്മുടെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നാം ഈ ലോകത്തിന് വേണ്ടിയാണോ അതോ വരുവാനുള്ള ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന ആ രാജ്യത്തിന് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്? രണ്ടാമത്തെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം. ഓരോ ദിവസവും നാം ചെയ്യുന്ന കാര്യങ്ങൾ നാം മറന്നാലും മറക്കാതെ കുറിച്ചിടുന്ന ദൈവം ഓർമ്മയുടെ പുസ്തകത്തിൽ ആ പുസ്തകത്തിനനുസരിച്ച് വിധി കൽപ്പിക്കുന്ന ദിനമുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിൽ അഹശ്വേരോശ് രാജാവ് എടുത്തു തുറന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ മൊർദെഖായി ഓർക്കുവാൻ, മൊർദെഖായിയും എസ്തേറിനെ മാനിക്കുവാൻ ഒരു ദിനം ദൈവം നിശ്ചയിച്ച ദിനത്തിൽ അഹശ്വേരോശ് രാജാവിന് ഉറക്കം വന്നില്ല. ഓർമ്മയുടെ പുസ്തകം തുറക്കപ്പെട്ടു. ആ പുസ്തകത്തിനനുസരിച്ച് സ്വർഗത്തിൽ നിന്നും അഹശ്വേരോശ് രാജാവിന്റെ ഹൃദയത്തിനകത്തേക്ക് ദൈവത്തിന്റെ വിധി വന്നു. ആ വിധിക്കനുസരിച്ച് ന്യായമായത് ദൈവം അവിടെ ചെയ്യുവാൻ ഇടയായി തീർന്നു. യഹൂദ ജനത്തെ മൊത്തമായി തകർക്കുവാൻ കെണിയൊരുക്കിയിരുന്ന ഹാമാനും കുടുംബത്തെയും ദൈവം തകർത്ത് കളയുവാനും സത്യത്തിന് വേണ്ടി സത്യമായ വിധി അവിടെ കൽപ്പിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ മുൻപിൽ ഒന്നും മറവായിരിക്കുന്നില്ല. സകലതും നഗ്നതും മലർന്നതും അഗ്നിമയമായ കണ്ണുകൾക്ക് മുൻപിലായിരിക്കുമ്പോൾ നാം നമ്മെ തന്നെ പരിശോധിക്കുന്നുവെങ്കിൽ, നാം നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുന്നുവെങ്കിൽ, ദിനങ്ങൾ കഴിയും തോറും നാം നിത്യതയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ആയുസ് വർദ്ധിക്കുകയല്ല, ആയുസ് കുറഞ്ഞു വരികയാണ്. ഓരോ ബർത്ത്ഡേയും നമ്മോട് വിളിച്ചു പറയുന്നത് ഈ ലോകത്തിലെ, ഈ ഭൂമിയിലെ എന്റെ ആയുഷ്കാലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ ദിവസവും അധികം ശുദ്ധീകരിക്കപ്പെടണം, അധികമായി സമർപ്പിക്കപ്പെടണം, അധികം കർത്താവിനോട് ചേർന്ന് നടക്കണം. മൂന്നാമത്തെ പുസ്തകം, വിശുദ്ധ വേദ പുസ്തകം. നാം എപ്പോഴും നമ്മുടെ കരത്തിൽ കൊണ്ട് നടക്കുന്നത്, നമ്മുടെ വീടുകളിലെല്ലാം ഉള്ള, ഞങ്ങളുടെ ചേരി പ്രദേശങ്ങളിൽ ഒരു ബൈബിൾ പോലുമില്ല. ഇവ ഞങ്ങൾ പ്രവർത്തിക്കുന്നിടങ്ങളിൽ പല വീടുകളിലും ഒരു ബൈബിൾ പോലുമില്ല. ഒരു ദിവസം ഞാൻ 4000 രൂപയ്ക്ക് കുറച്ചധികം ബൈബിളുകൾ വാങ്ങി എല്ലാ വീടുകളിലേക്കും ഓരോ ബൈബിൾ എത്തിക്കുക എന്നുള്ള ഇതിലൂടെ ഞങ്ങളുടെ സഭകളിലെ ഒരു വീടുകളിൽ ഒരു ബൈബിളെങ്കിലും വേണം. അങ്ങനെ കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഇപ്പോഴും പുതിയ ആളുകൾ വരുന്ന അവരുടെ കയ്യിൽ ബൈബിളുകളില്ല. നാം വായിക്കുന്ന ബൈബിളിനനുസരിച്ച്, ആ ബൈബിളിൽ എഴുതിയിരിക്കുന്ന തിരുവചനത്തിനനുസരിച്ച് ദൈവം നമ്മെ ന്യായം വിധിക്കുന്ന ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൺമുൻപിൽ എല്ലാം നഗ്നതും മലർന്നതുമായിരിക്കുന്നു. സകലതും ദൈവത്തിന് മുൻപിൽ തുറന്ന പുസ്തകം പോലെയായിരിക്കുന്നു. നമുക്കൊന്നും ദൈവത്തിൽ നിന്നും മറച്ചു വെക്കുവാൻ സാധ്യമല്ല. മനുഷ്യന്റെ മുൻപിൽ പലരും മറച്ചു വെച്ചാലും, ഞാൻ ഈ 3-ാം അധ്യായം വായിച്ചപ്പോൾ അവിടെ യഹൂദരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ നിയമപ്രകാരം നിയമത്തെ പാലിച്ച്, നിയമം എന്ത് പറയുന്നു, ഒരു പക്ഷേ വെള്ളവസ്ത്രം ധരിച്ച്, പക്ഷേ വെറും കല്ലറകൾ പോലെ ജീവിക്കുന്ന ജീവിതങ്ങൾ. ഹല്ലേലൂയ. അകത്തെന്താ ചീഞ്ഞു നാറുന്ന അവസ്ഥകൾ, എന്നാൽ പുറത്ത് വെറും കല്ലറയുടെ വെള്ള തെച്ച അവസ്ഥകൾ. അവരാണ് ലിഗിസ്റ്റിക് പീപ്പിൾ, നിയമത്തെ ഫോളോ ചെയ്യുന്നവർ. എന്നാൽ ദൈവവചനം പറയുന്നു, ദൈവം നമുക്കൊരു നിയമം തന്നിട്ടില്ല. നമുക്ക് നൽകിയിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് ഈ തിരുവചനത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ യേശുവിനെ സ്നേഹിക്കുക. നമ്മെപ്പോലെ നമ്മുടെ സഹോദരനെ, അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തുള്ള, നമ്മുടെ ഭവനത്തിന്റെ അകത്തുള്ളവരെ. ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവിടെ എന്റെ അയൽക്കാരെന്ന് പറയുന്നത് ഈ ഭവനത്തിൽ താമസിക്കുന്നവർ. ഇവിടെ നാം വന്നിരിക്കുമ്പോൾ ഈ സഭയിലുള്ളവർ എന്റെ അയൽക്കാരാണ്. ഹല്ലേലൂയ. എന്നെപ്പോലെ അവരെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ. ഹല്ലേലൂയ. നാം എത്രത്തോളം നമ്മുടെ അകത്ത് സ്വാർത്ഥതയുണ്ട്. യേശു നിസ്വാർത്ഥമായ സ്നേഹം നമുക്ക് നൽകിയെങ്കിൽ നാം നിസ്വാർത്ഥമായി നമ്മുടെ പ്രവൃത്തികൾ വളരെയധികം നിസ്വാർത്ഥമായിരിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതം നിസ്വാർത്ഥമായിരിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതം, നമ്മുടെ ശബ്ദത്തിനേക്കാൾ ശക്തമായി നമ്മുടെ പ്രവൃത്തികൾ മുഴങ്ങി നിൽക്കുവാൻ തക്കവണ്ണം. പലപ്പോഴും നമ്മുടെ ശബ്ദം മുഴങ്ങി നിൽക്കുമ്പോൾ ശബ്ദത്തിലല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ശബ്ദത്തെക്കാൾ മുഴങ്ങി നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി എന്തുമായി തീരുമാനം തക്കവണ്ണം. ഈ ലോക ജീവിതം കുറച്ചു കാലമേ ഉള്ളൂ. ഒരു ജനനം സത്യമെങ്കിൽ മരണവും സത്യമാണ്. ജനനം സത്യമെങ്കിൽ മരണം സത്യമെങ്കിൽ നരകവും സ്വർഗവും സത്യമാണ്. നരകത്തിൽ നിന്നും രക്ഷ പ്രാപിക്കണമെങ്കിൽ ഈ വചനത്തെ നാം അതുപോലെ പ്രമാണിച്ച്, അതുപോലെ അനുസരിച്ച്, അതിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട്
പോകുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ കടന്നു പോകുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം, വിശ്വസ്തന്മാർ അതിലും വളരെ ചുരുക്കമായിരിക്കുന്ന ഈ കാലയളവിൽ നമ്മിൽ എത്രത്തോളം വിശ്വസ്തതയുണ്ട്, നമ്മിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട്, നാം എത്രത്തോളം ക്രിസ്തുവിനായി ജീവിക്കുന്നുണ്ട്, നാം അവനെ എത്രത്തോളം അനുസരിക്കുന്നുണ്ട്. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നാം ചിന്തിക്കും അത് എന്നോടല്ല, അടുത്തിരിക്കുന്ന വ്യക്തിയോടാണ്, അടുത്തിരിക്കുന്ന വ്യക്തിയോടല്ല. ഞാൻ വായിക്കുന്ന വചനം എന്നോടുള്ള ശബ്ദമായി ഞാൻ കണക്കെടുക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വചന ശുശ്രൂഷിച്ച ഡാളസ് പ്രയർ ലൈനിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കുശവൻ തന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണിനെ അത് ഒരു സമയം അനേക പാത്രത്തെയല്ല ആ കുശവൻ നിർമ്മിക്കുന്ന, മറിച്ച് ഒറ്റ പാത്രമാണ്. ഒരു ഭവനത്തിൽ 4 പേരുണ്ടെങ്കിൽ, ഒരു ഭവനത്തിൽ 5 പേരുണ്ടെങ്കിൽ, ഒരു ഭവനത്തിൽ 6 പേരുണ്ടെങ്കിൽ ദൈവം എപ്പോഴും ഒരു വ്യക്തിയെ ഒരുക്കുന്നു. ഹല്ലേലൂയ. ഒരു വ്യക്തിയെയാണ്, ഒറ്റയ്ക്കാണ് ദൈവം തയ്യാർ ചെയ്യുന്നത്. കുടുംബമായിട്ടല്ല ദൈവം പണിയുന്നത്, ഓരോരുത്തരെയും ദൈവം വ്യക്തിപരമായി പണിയുന്നു. ഓരോരുത്തരും ഒറ്റപ്പെടലിന്റെ അവസ്ഥയുടെ കടന്നുപോയേ പറ്റൂ. ഓരോരുത്തരും സർവശക്തനായ ദൈവത്തിന്റെ കുശവന്റെ കയ്യിൽ പണിയപ്പെട്ടേ തീരൂ. കുശവൻ ചതച്ച് അല്ലെങ്കിൽ കുശവൻ അതിനെ കുഴച്ച് കുശവന്റെ ഹിതം പോലെ, കുശവന്റെ ഇഷ്ടം പോലെ. പലപ്പോഴും നാം പ്രാർത്ഥിക്കും, എന്റെ ഇഷ്ടം ഇതമാണ്, എന്റെ ഹിതം ഇതാണ്. ദൈവം പറയുന്നു, കുശവൻ പറയുന്നു, മണ്ണിനെ നോക്കി പറയുന്നു, മണ്ണിന്റെ ഹിതമല്ല, മണ്ണിന്റെ ഇഷ്ടമല്ല, സർവശക്തനായ ദൈവത്തിന് എന്താണ് ഹിതം അത് നിറവേറുകയും ചെയ്യും. ശീലാസം പൗലോസും നമുക്കറിയാം, ആ കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് 16 അധ്യായം കാണാൻ സാധിക്കുന്നത്, അവർ കാരാഗ്രഹത്തിലായിരുന്നു. അവരെ കൊല്ലുവാനാണ് നെക്സ്റ്റ് ഉത്തരവ്, അടുത്ത ഉത്തരവ് അവരെ കൊല്ലുവാനാണ് വരേണ്ടത്. എന്നാൽ സ്വർഗം അനുവദിച്ച വിധിയുണ്ട്, സ്വർഗം തീരുമാനിച്ച തീരുമാനമുണ്ട്. പൗലോസും ശീലാസും ചിന്തിച്ചു കാണും, ഞങ്ങളുടെ അന്ത്യസമയം രക്തം വാർന്നൊഴുകുന്നു, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, സ്വാതന്ത്ര്യം ജീവിതത്തിലില്ല. എന്നാൽ ദൈവത്തെ ആരാധിക്കാം. അവർ പരസ്പരം പരാതി പറഞ്ഞില്ല, അവർ പരസ്പരം ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെ നോക്കി കുറ്റപ്പെടുത്തിയില്ല, മറിച്ച് അവർ ദൈവത്തെ ആരാധിച്ചു, അവർ ദൈവത്തെ സ്തുതിക്കുവാനിടയെ തീർന്നു. ദൈവം അവരുടെ ബന്ധനം മാത്രമല്ല, തടവറയിലുള്ള സകലരുടെയും ബന്ധനത്തെ അഴിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ചങ്ങലയുടെ മധ്യത്തിൽ, രക്തം വാർന്നൊഴുകുന്ന മാനസിക സംഘർഷത്തിന്റെ മധ്യത്തിൽ, നമ്മുടെ കഠിന വേദനയുടെ മധ്യത്തിൽ നാം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നുവെങ്കിൽ, ആരാധനയുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ദൈവം ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന് വേണ്ടി ആ തീച്ചുളകളിൽ ഇറങ്ങി വന്നു. ആ തീയുടെ ശക്തിയെ, അതിന്റെ ജ്വാലയെ തീർത്ത് അവരെ രക്ഷിച്ച ദൈവം, അവരെ ശത്രുക്കളെ തീജ്വാലയാൽ ദൈവം തകർത്തുവെങ്കിൽ അവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിനിടയായി തീർന്നു. ദൈവം നീതിമാനായ ദൈവമാണ്. കഴിഞ്ഞ രാത്രിയിൽ ഒരു വ്യക്തി എന്നെ വിളിച്ച് പ്രകാരം പറഞ്ഞു, ദൈവം നീതിമാനല്ലയോ? ഹല്ലേലൂയ. ജീവിതത്തിന്റെ കഠിനമായ ക്ലേശത്തിന്റെ മധ്യത്തിൽ ആ വ്യക്തി എന്നോട് പറയുവാനിടയായി തീർന്നു, ദൈവം നീതിമാനല്ലേ? ഹല്ലേലൂയ. ദൈവം നീതി ചെയ്യുന്ന ദൈവമല്ലേ? ദൈവത്തിനൊന്നും മറവായിരിക്കുന്നില്ല. ദൈവം പ്രവർത്തിക്കുമ്പോൾ ആർത്തടുക്കും. യെശയ്യാ പുസ്തകം പറയുന്നു, when God will act, who can reverse it? ദൈവം പ്രവർത്തിക്കുമ്പോൾ അതിനെ റിവേഴ്സ് ചെയ്യുവാൻ, അതിനെ മാറ്റുവാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിന്റെ കരത്തിലാണ് സ്റ്റിയറിംഗ് എങ്കിൽ, ദൈവത്തിന്റെ കരത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണമെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുമ്പോൾ, ദൈവം നമ്മെ മുന്നോട്ട് നയിക്കുമ്പോൾ, പുറകിലുള്ള മറന്നുകൊണ്ട് മുന്നിലേക്കുള്ള ലാക്കിലേക്ക് നാം സർവശക്തനായി ദൈവത്തിനെ ആശ്രയിച്ച് മുന്നേറുമ്പോൾ, നമ്മെ പിന്തിരിക്കുവാൻ അല്ലെങ്കിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യത്തെ തകർക്കുവാൻ ആർക്കും തന്നെ സാധ്യമല്ല. മാനുഷികമായോ പൈശാചികമായോ ഒരു ശക്തികൾക്കും സാധ്യമല്ല. നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം ദൈവസന്നിധിയിൽ മുഴങ്കാലിരിക്കുന്നുവെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മകൾക്ക് പ്രവചന ശബ്ദമുണ്ട്. ദൈവം നമ്മളോട് പല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഞങ്ങളോട് ഓരോരുത്തരോടും സമയാസമയം സംസാരിക്കാറുണ്ട്. ഒരു ശബ്ദം ദൈവം പറഞ്ഞത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പൂർണ്ണമായി വിടുതൽ വേണമെങ്കിൽ പൂർണ്ണമായി ഉപവസിക്കണം. ഹല്ലേലൂയ. ഭാഗികമായി ഉപവസിച്ചാൽ ഭാഗിക വിടുതലുകളായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ആഗ്രഹിക്കുന്നു പൂർണ്ണ വിടുതൽ വേണം, എന്നാൽ നാം ഭാഗികമായി ഉപവസിക്കുന്നവരാണ്. ദൈവം പറയുന്നു, പൂർണ്ണമായി നാം പല വിഷയങ്ങളുടെ മധ്യത്തിൽ നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ കണ്ണുനീർ ഒഴുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മെ പൂർണ്ണമായും വിടുവിക്കുന്ന ദൈവമാണ്. അതിന് സാക്ഷ്യമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം അനേക മന്ത്രവാദികൾ, അനേക ആഭിചാരക്കാർ, അനേക തകർന്നവർ, അനേക വർഷമായി
തകർന്നിരുന്ന ചില വ്യക്തി ജീവിതങ്ങളിൽ ദിവസങ്ങളിൽ പ്രാർത്ഥനയാൽ ഉപവാസത്താൽ മടങ്ങി വരുവാനിടയെ തീർന്നു. ഹല്ലേലൂയ. പൂർണ്ണതയോടെ പലരും എന്നെ വിളിക്കാറുണ്ട്. മടങ്ങിച്ചെന്നാൽ പല മീറ്റിങ്ങുകളുണ്ട്, പല സ്ഥലങ്ങളിൽ പലരെയും കാണേണ്ടതുണ്ട്. ഞാൻ അമ്മയോടൊരു കാര്യം ചോദിച്ചായിരുന്നു, ഞാൻ പൊക്കോട്ടെ. അമ്മ പറഞ്ഞു പൊക്കോ, കുഴപ്പമില്ല. പക്ഷെ ഇന്നലെ ഒത്തിരി സീരിയസ് ആയപ്പോൾ അമ്മ ഇപ്രകാരം പറയാൻ എടുത്തിരുന്നു, മോളെ നീ പോയാൽ ഇതുപോലെ എന്റെ കാര്യങ്ങളൊന്ന് ചെയ്തു തരുവാൻ തൊക്കെ വേണം. കാരണം അർദ്ധരാത്രിയിൽ പലപ്പോഴും ഒന്ന് സഹായിപ്പാൻ ഇപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, ദൈവം ഒരുക്കും. ഹല്ലേലൂയ. ദൈവം കരുതിക്കൊള്ളും. ദൈവം കരുതുന്ന ദൈവമാണ്. ദൈവം നമ്മെ കരുതുന്ന ദൈവം, നമ്മെ ഒരിക്കലും കൈവിടാത്തൊരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. ദൈവവചനം പറയുന്നു, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഈ ലോകം മാറിപ്പോകും, ഇതിന്റെ സകലതും മാറിപ്പോകും. ഞാൻ എപ്പോഴും പലരുമായി കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം പല അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട്, പല അനുഭവത്തിലൂടെ ദൈവം എന്നെ നടത്തിയത് കൊണ്ട്, ഒരുപക്ഷെ എന്റെ ഭവനം ദൂരത്തായിരുന്നു, ദൂരത്തല്ലായിരുന്ന സാഹചര്യത്തിലും പലപ്പോഴും പല അനുഭവങ്ങൾ ഞാൻ ആരുമായി അങ്ങനെ പങ്കുവെക്കാറില്ല. എന്നാൽ അനുഭവത്തിന്റെ മധ്യത്തിൽ ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോഴെല്ലാം ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരെ അവരെ എംപതി, ഇംഗ്ലീഷിൽ നമ്മൾ എംപതി എന്ന് പറയും, അവർ ആയിരിക്കുന്ന അവസ്ഥ അതുപോലെ നമ്മൾ മനസ്സിലാക്കുക, അവരെ അതുപോലെ ഗ്രഹിക്കുവാനുള്ളൊരു ഹൃദയം. ഹല്ലേലൂയ. നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തി, ഞാൻ ആ സ്ഥിതിയിലെങ്കിൽ എന്റെ അവസ്ഥയെന്ന് ചിന്തിച്ച് അവരെ സഹായിക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ആ ഒരു മനസ്ഥിതിയാണ് എംപതി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ക്രിസ്തു യേശു കാണിച്ചു തന്ന ഒരു നല്ല മാതൃകയാണത്. യേശു ഈ താണ ലോകത്തിൽ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം കാണാൻ സാധിക്കുന്നു, സ്വർലോകത്തിലുള്ള സകല സുഖവും വെടിഞ്ഞ് ഈ ഭൂമിയിലുള്ള മനുഷ്യനെ അതുപോലെ മനസ്സിലാക്കുവാൻ, അതുപോലെ നമ്മെ സ്വീകരിക്കുവാൻ തക്കവണ്ണം യേശു ഭൂമിയിലേക്ക് താണിറങ്ങുവാൻ ഇടയായി തീർന്നു. യേശു നമുക്ക് വേണ്ടി ഏതുമായി ഒരു മനുഷ്യ രൂപത്തിൽ സർവശക്തനായ ദൈവം, ആ ദൈവത്തിന്റെ സാമീപ്യം പോലും നമ്മെ ഭസ്മമാക്കി കളയും, ദഹിപ്പിച്ചു കളയും. എന്നാൽ ആ ദൈവം മനുഷ്യ രൂപത്തിൽ ഒരു മനുഷ്യനിൽ ഏറ്റവും താണവനായി, ഒരു ആശാരി പണിക്കാരന്റെ മകനെ പോലെ 30 വയസ്സ് വരെ പൂർണ്ണ അനുസരണത്തോടെ താണ് ദൈവഹിതത്തിനെ തന്നെ ഏൽപ്പിച്ചു. തന്റെ ഭൂമിയിലെ 3.5 വർഷക്കാലത്തെ ജീവിതത്തിൽ പിതാവിന്റെ ഹിതം ചെയ്യുവാൻ, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ തന്റെ 33.5 വർഷക്കാലം സർവശക്തനായ ദൈവം വലിയ മാതൃകകൾ സ്നാനത്തിലൂടെ ആ മാതൃക കാണിച്ചു തന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ സ്നാനത്തെ കുറിച്ചെല്ലാം പറയുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടായിരുന്ന ഒരു വെമ്പലുണ്ടായിരുന്നു, എത്രയും വേഗം സ്നാനപ്പെടണം. 12-ാം വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ പാസ്റ്ററി പുറകാലെ AG ചർച്ചിൽ കണ്ണാറ, ഞാൻ പാസ്റ്ററി പുറകാലെ നടന്ന പാസ്റ്ററോടും വൈഫിനോട് ഇപ്രകാരം പറയും, എനിക്ക് സ്നാനപ്പെടണം. അവർ പറഞ്ഞ പ്രായമായിട്ടില്ല, സ്നാനപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ കീപ്പ് ഓൺ. ഞാനിങ്ങനെ പറഞ്ഞ അവസാനം ഒരു ദിവസം ഞാൻ അവരുടെ മുമ്പിൽ പൊട്ടിക്കരയുവാനിടയെ തീർന്നു. ഞാൻ സ്നാനപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിത്യനരകത്തിൽ പോകും, എന്നെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് പാസ്റ്റർ ആ ആഴ്ചയിൽ, അടുത്ത ആഴ്ച ആഴ്ചയിൽ തന്നെ വേറൊരു ദൈവദാസനെ അറേഞ്ച് ചെയ്തു. അടുത്ത ആഴ്ച സ്നാനപ്പെടുവാൻ 5 പേർ, എന്റെ ചേച്ചിയും ഞാനും സഭയിലെ മറ്റ് 3 സഹോദരിമാരും കൂടി ഞങ്ങൾ 5 പേർ ഒരുമിച്ച് സ്നാനപ്പെടുവാൻ ഇടയെ തീർന്നു. നാം സ്നാനത്തെ കുറിച്ച് ആരെങ്കിലും എന്റെ ശബ്ദത്തെ കേൾക്കുന്ന നാം സ്നാനപ്പെട്ടിട്ടില്ല എങ്കിൽ എന്താണ് സ്നാനം? പാപത്തിൽ മരിച്ചു, പാപത്തിൽ തുടരുവാൻ നാം ഇനി താല്പര്യപ്പെടുന്നില്ല. നമുക്ക് ഒരു പുതിയ ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന് നടക്കണം. പഴയ ജീവിതമല്ല, പുതിയ ജീവിതം. മറ്റൊരു വ്യക്തിയല്ല, യേശുവാണ് നമ്മെ രക്ഷിച്ചത്. യേശുവാണ് നമുക്ക് സ്വന്തം രക്തം നൽകി തന്നത്. നമ്മുടെ കഠിനമായ പാപങ്ങളെ, കടും ചുവപ്പായ പാപങ്ങളെ പോലും കഴുകി വെളിപ്പാക്കുവാൻ യേശുവിന് കഴിയും. നമ്മെ തന്നെ ക്രിസ്തുവിന് വേണ്ടി നാം സമർപ്പിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, നാം ക്രിസ്തുവിന് വേണ്ടി ഏതുമായി തീരുവാനിടയെ തീരും. ഒരിക്കലും ഈ കേരളം വിട്ട് പുറത്തു പോകുവാൻ തക്കവണ്ണം ഒരു അനുവാദമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ഞാൻ. ഈ ഭവനത്തിലെ 7ാമത്തെ മകളായി ഞാൻ ജനിച്ചു. എന്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ സഹോദരനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സോണിയ ചെറുതാണ്, അവളെ പുറത്തൊന്നും വിടരുത്, കണ്ണിന് പ്രശ്നമുണ്ട്. എന്റെ കണ്ണിന് ഒരു പ്രശ്നം തുടങ്ങിയിരുന്നു, അവൾക്ക് കണ്ണിന് കാഴ്ചയ്ക്കും വളരെ പ്രശ്നമുണ്ട്, ദൂരത്തിൽ നിന്നും അവളെ വിടരുത്. അവസാന വാക്കുകളിൽ ഒരു സെന്റൻസ് അതായിരുന്നു. എന്നാൽ സ്വർഗീയ പിതാവിന്റെ ഹിതം വ്യത്യസ്തമായതുകൊണ്ട് ഈ ഭവനത്തിൽ നിന്നും ഏറ്റവും ദൂരത്ത് കടന്നു പോകുവാൻ, കർത്താവിന്
വേണ്ടി ഏതുമായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് എന്നെ ശക്തീകരിക്കുവാൻ തീർന്നു. ഒരുപക്ഷെ നമ്മുടെ ശാരീരിക മാതാപിതാക്കളുടെ ആഗ്രഹത്തെക്കാൾ അതിലുപരിയായി ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നമ്മെ സമർപ്പിക്കുന്നുവെങ്കിൽ, ദൈവഹിതത്തിന് നമ്മെ സമർപ്പിക്കുന്നുവെങ്കിൽ, ദൈവം എന്തിനാണ് നമ്മെ ഭൂമിയിലേക്ക് അയച്ചത്, ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറപ്പെടുക തന്നെ ചെയ്യും. ദൈവം അന്യായം ചെയ്യുന്ന ദൈവമല്ല, ദൈവത്തിന് അനീതിയില്ല. ദൈവം സകലതും നന്നതായി തക്ക സമയത്ത് പൂർത്തീകരിക്കുന്ന ദൈവമെന്ന്, ദൈവം വിശ്വസ്തനെന്ന്, ദൈവത്തിന്റെ വഴികൾ അഗോചരമെന്ന്, മരുഭൂമിയിൽ വഴിയൊരുക്കുന്ന ദൈവം, പെരുവെള്ളത്തിന്റെ മധ്യത്തിലും ദൈവത്തിന് വഴിയുണ്ടെന്ന് മോശയുടെ പുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകം കാണുമ്പോൾ മോശയുടെ അനുഭവത്തിലും കാണുവാൻ സാധിക്കുന്നു. ആ പെരുവെള്ളത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ വഴിയുണ്ടായിരുന്നു. ഹല്ലേലൂയ. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് ദൈവത്തിന്റെ വഴിയുണ്ടായിരുന്നു. ഒരു കാറ്റടിച്ചാൽ മണലിലെ വഴി കണ്ടെത്തുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവം അവരെ ക്ലിയറായി മാപ്പ് കൊടുത്ത് അവരെ ദൈവം വഴി നടത്തിയ ദൈവത്തിന്റെ വഴിയുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ മുൻപിൽ പല വിഷയങ്ങളുടെ മധ്യത്തിൽ നാം ആയിരിക്കും, നാം ചിന്തിക്കും, ദൈവമേ ഇതിന്റെ വഴി എന്താണ്, ഇതിന് എന്താണ് ഒരു പരിഹാരമുള്ളത്, ഇതിന് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കിട്ടുക എന്ന് നാം പലപ്പോഴും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം താൻ തന്നെ വഴിയായി, പെരുവെള്ളത്തിന്റെ മധ്യത്തിൽ വഴിയായി അവൻ ഇറങ്ങി വന്നെങ്കിൽ, മരുഭൂമിയിൽ അവൻ വഴിയായി ഇറങ്ങി വന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും തീച്ചൂളിയുടെ മധ്യത്തിൽ ശത്രുക്ക് മേശയ്ക്കബേന്തിനുഹോവിന് വേണ്ടി അവൻ വഴിയായി ഇറങ്ങി വന്നുവെങ്കിൽ, മോർദെഖായിക്ക് വേണ്ടി, എസ്തേറിന് വേണ്ടി ദൈവം അവിടെ വഴിയായി ഇറങ്ങി വന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവം നമുക്ക് വേണ്ടി വഴിയായി ഇറങ്ങി വരിക തന്നെ ചെയ്യും. അവനിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നാം ദൈവത്തിൽ മുറുകെ പിടിച്ചാൽ ബൈബിൾ ഒരു കഥയല്ല, ബൈബിൾ ഒരു കെട്ടുകഥയല്ല, ബൈബിൾ വെറും ഒരു ദൃഷ്ടാന്തമല്ല. യേശു പഠിപ്പിച്ചതും യേശു പരിശുദ്ധാത്മാവിനാൽ തന്റെ ശിഷ്യന്മാരെ കൊണ്ട് എഴുതിപ്പിച്ചതും 40ഓളം ലേഖകരാൽ, എഴുത്തുകാരാൽ 1600 വർഷം കൊണ്ട് എഴുതി തീർത്ത ഈ ബൈബിളിലെ ഓരോ കാര്യങ്ങളും, ഓരോ പൊരുളുകളും അത് സത്യമായതാണ്, അത് ജീവനുള്ള വചനങ്ങളാണ്. ആ വചനം അതിന്റെ ക്രിയ പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. നാം പറയുന്ന ഓരോ വാക്കുകളും ആ ന്യായവിധി ദിവസത്തിൽ ഈ ശബ്ദവും എഴുന്നേറ്റ് നിൽക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തികൾ ന്യായവിധി ദിവസത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാനിടയായി തീരും. നമ്മുടെ ശബ്ദം ന്യായവിധി ദിവസത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാനിടയായി തീരും. നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നുവെങ്കിൽ, നാം നമ്മെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ഹിതത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ഈ ഭൂമിയിലല്ല വരുവാനുള്ള ലോകത്ത് വലിയൊരു പ്രതിഫലം നമുക്കുണ്ട്. അതുകൊണ്ടാണല്ലോ പൗലോസ് പറയുന്നത്, പുറകിലുള്ളത് മറന്നുകൊണ്ട് മുന്നിലുള്ള ലാക്കിലേക്ക് നാം തീഷ്ണതയോടെ ഓടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 6:33 പറയുന്നു, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും നിങ്ങൾക്ക് ലഭിക്കും. ഇംഗ്ലീഷിൽ പറയുന്നത് അത് നിങ്ങളെ പിന്തുടരും, അത് നിങ്ങളെ ജസ്റ്റ് ഫോളോ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വേണമോ അതെല്ലാം നൽകി നമ്മെ നടത്തുവാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൈവം ആണ് നാം ആരാധിക്കുന്നത്. ഈ അന്ത്യനാളുകളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പലരും ഭൗതികത്തിന്റെ പുറകാലെ, പലരും ഈ ലോകത്തിലുള്ള കാര്യങ്ങളുടെ പുറകാലെ ഓടുമ്പോൾ നമ്മുടെ കണ്ണുകൾ മങ്ങിപ്പോകാതിരിക്കട്ടെ. ഹല്ലേലൂയ. ലോകത്തിലുള്ളത് കണ്ട് മങ്ങിപ്പോകാതിരിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ സ്വർഗീയമായ കാര്യങ്ങൾക്ക് വേണ്ടി തിളക്കമുള്ളതായി തീരട്ടെ, അത് ക്ലിയറായി കാണുന്നതായി തീരട്ടെ. ദൈവിക പദ്ധതികളെ ക്ലിയറായി കാണുവാൻ, ദൈവഹിതത്തെ ക്ലിയറായി കാണുവാൻ, ദൈവത്തിന്റെ ഇഷ്ടത്തെ ക്ലിയറായി കാണുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. നാം ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്, ക്രിസ്തുവിന് വേണ്ടിയാണ്. ഇനി ക്രിസ്തു വരുവാനുള്ള ആ ക്രിസ്തുവിനായി, അവന്റെ ആത്മമണവാടികളായി കറയും കോട്ടവും ഒരു കുറവുമില്ലാതെ, വാട്ടമൊന്നുമില്ലാതെ നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് അവന് ഏറ്റവും പ്രിയ മണവാട്ടികളായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ഹല്ലേലൂയ. ദൈവം അനുവദിച്ചാൽ ഈ ആഴ്ച ഞാൻ കടന്നു പോകും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കാം. ദൈവത്തിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ദിവസവും യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, യേശുവിനെ സമർപ്പിക്കാം. ആ പുസ്തക ചുരുളുകൾ അഴിയുമ്പോൾ, ആ ജീവന്റെ പുസ്തകം തുറക്കപ്പെടുമ്പോൾ, ഓർമ്മയുടെ പുസ്തകം തുറക്കപ്പെടുമ്പോൾ നമ്മുടെ മനോഭാവത്തെ, ഹല്ലേലൂയ, നമ്മുടെ പ്രവൃത്തികളെ,
നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആയിരിക്കുന്ന വ്യക്തിത്വത്തെ അതുപോലെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നാം ഏത് മനോഭാവത്തോടെ ആയിരിക്കുന്നു, നാം ഏത് സ്ഥിതിയിലായിരിക്കുന്നു, നാം ഏതെല്ലാം അവസ്ഥയിലൂടെ പോകുന്നു, നമ്മുടെ ചിന്തകൾ എന്ത്, ദൂരത്തും നമ്മുടെ നിരൂപണങ്ങളെ തിരിച്ചറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അത് ഗ്രഹിക്കുന്ന ദൈവം. ഓ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ആ ദൈവത്തിന്റെ മുൻപാകെ വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ, സത്യസന്ധതയോടെ വരുവാനുള്ള ആ വലിയ നാളിൽ ആ കാഹളനാദത്തിങ്കൽ ഹല്ലേലൂയ ഓറബരഹത്തനാരക അവിശുദ്ധന്മാർ ഉയർക്കുമ്പോൾ, ഭക്തന്മാർ ഹല്ലേലൂയ അവനെതിരേൽക്കുവാൻ തക്കവണ്ണം അവാനമേഘത്തിൽ ഉയരുമ്പോൾ നാം കാണുമോ. ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി നമ്മെ സമർപ്പിക്കാം. കർത്താവ് വേഗം വരുന്നു. അവന് വേണ്ടി നമുക്ക് ഒരുക്കപ്പെടാം. ഓരോ ദിവസവും കർത്താവിന്റെ ഹിതം ചെയ്തുകൊണ്ട് മുന്നേറുവാൻ ദൈവം മത്സ്യന്റെ സഭയെ, സഹോദരങ്ങളെ അവരും അനുഗ്രഹിക്കട്ടെ. സമയം നൽകി തന്ന ദൈവദാസൻ നന്ദി പറഞ്ഞുകൊണ്ട് ദിവസം ഇരിക്കുന്നു.